സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 രണ്ടാം ക്ലാസ്സിൻ്റെ ഉത്ഘടനം ഒന്നാം ദിവസം ഇൻ്റഗ്രേഷൻ ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നോക്കിയേ, മിട്ടുവിൻ്റെ യാത്ര. മിട്ടുവിൻ്റെ യാത്രയെക്കുറിച്ച് താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ചപ്പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിലെത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാരെ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞപ്പൂക്കളുള്ള പാടവും ചെന്തങ്ങിൻ തോപ്പും കടന്ന്. അപ്പോ മക്കള് മിട്ടുവിന്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞത് കേട്ടല്ലോ. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും നമ്മൾ ഉത്തരം എഴുതണം. നോക്കി എഴുതണം. അതില് നോക്കി, ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോൾ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോൾ? എപ്പോഴായിരിക്കും? മഴ തോർന്നപ്പോൾ. എപ്പോഴാണ്? മഴ തോർന്നപ്പോൾ. അപ്പൊ നിങ്ങൾ അവിടെ എടുത്തെഴുതണം. എന്താണ്? മഴ തോർന്നപ്പോൾ എന്ന് എടുത്തെഴുതണം. പിന്നെയോ, മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? എന്തായിരിക്കും മിട്ടുപൂച്ച ആലോചിച്ചിട്ടുണ്ടാവുക? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? ഇതാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? അതാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം എന്താന്ന് നോക്കൂ. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ത്? ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ എവിടെയാ മഴവില്ലുണ്ടാവുക? ആകാശത്താണല്ലേ. അപ്പൊ എവിടെയാ ഉണ്ടായിരിക്കുക? മാനത്ത്, മാനം. അപ്പൊ ആകാശം എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? മറ്റൊരു പദം ഏതാണ്? മാനം. മിട്ടുവിന്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്താ? മിട്ടുപൂച്ച ചോദിച്ചു അല്ലേ അതിന്റെ അറ്റത്ത് എന്താണെന്ന്. അപ്പൊ എന്താ പറയണേ? നിറയെ മുത്തുകളാണത്രേ. എന്താണ്? നിറയെ മുത്തുകൾ. നിറയെ മുത്തുകളാണത്രേ എന്നാണ് മിട്ടുവിന്റെ ചോദ്യത്തിന് തവള മറുപടി നൽകിയത്. അപ്പൊ നിറയെ മുത്തുകളാണത്രേ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്താണ്? മരത്തിന്റെ മേലെ മഴവില്ലല്ലേ. അപ്പൊ നമ്മൾ എവിടെ നോക്കുക? അത് കാണുന്നതിന്റെ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. മഴവില്ലിന്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിന്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് എഴുതേണ്ടത്. അഞ്ചാമത്തെ ഉത്തരം എന്താണ്? മഴവില്ലിന്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിന്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് അല്ലേ. ഒരറ്റം മരത്തിന്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതാണ് അവിടെ നിന്ന് എടുത്ത് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. നമുക്ക് പ്രവർത്തനം 2 നോക്കാം. നോക്ക്, പ്രവർത്തനം 2ൽ എന്താ തന്നിരിക്കുന്നേ? കുറെ വാഹനങ്ങളാണ് പ്രവർത്തനം 2. തിരിച്ചു വരുന്ന വഴിയിൽ മിട്ടു കണ്ട വാഹനങ്ങൾ നോക്കൂ. എന്തൊക്കെ വാഹനങ്ങളാണ്? ഒന്നാമത്തത് എന്താണ്? JCB അല്ലേ. ഒന്നാമത്തത് JCB ആണ് കണ്ടിട്ടുള്ളത്. രണ്ടാമത്തത് എന്താണ്? എയ്റോപ്ലെയിൻ ആണ് അല്ലേ. എയ്റോപ്ലെയിൻ അല്ല, ആംബുലൻസ്. ആംബുലൻസ്. ആദ്യത്തേല് JCB, രണ്ടാമത്തേല് ആംബുലൻസ്. ഇനി ഈ രണ്ടിൻ്റെയും പേര് ഉപയോഗം എഴുതുക. JCBയുടെ ഉപയോഗം എന്താ? കുന്നും മലകളും ഒക്കെ നമുക്ക് വെട്ടി നിരത്താനായിട്ടും പിന്നെ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്താനൊക്കെ ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന, മണ്ണ് ഇത് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. എല്ലാം ഇടിച്ചു നിരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? JCB എന്ന് പറയുന്നത്. ആംബുലൻസോ നമുക്ക് വയ്യാത്തവരെയൊക്കെ അല്ലേ ഹോസ്പിറ്റലിൽ വേഗം എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആശുപത്രിയിൽ
അപകടം പറ്റിയിരിക്കുന്നവരെയും അസുഖം ബാധിച്ചവരെയൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പട്ടിക പൂർത്തിയാക്കാം. പുതുവത്സര ദിനത്തിലാണ് റയാൻ്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണ്? ന്യൂ ഇയർ എന്നാണ് മക്കളെ. ന്യൂ ഇയർ എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? ജനുവരി 1 അല്ലേ? നമുക്ക് അടുത്തെത്താറായി അല്ലേ? ജനുവരി 1 പുതുവത്സര ദിനം. ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റു ദിനങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക. അപ്പം നമുക്ക് നോക്കാം. ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ദിനമാണ് അല്ലേ? ജനുവരി 26 റിപ്പബ്ലിക് ദിനം. സ്വാതന്ത്ര്യ ദിനം എന്താണ്? ഓഗസ്റ്റ് 15. ഇനി ഒക്ടോബർ 2 എന്താണ്? ഗാന്ധി ജയന്തി. ഇനി ശിശുദിനം എന്നാണ്? നമ്മൾ നവംബർ 14. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ തീയതിയും അതിൻ്റെ പ്രാധാന്യവും എഴുതേണ്ടത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം 4, ശുചിയാക്കാം. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അജൈവ മാലിന്യങ്ങളുണ്ട്, ജൈവ മാലിന്യങ്ങളുണ്ട് അല്ലേ? അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ജൈവമല്ലാത്ത മാലിന്യങ്ങൾ അല്ലേ? മണ്ണിൽ ലയിക്കില്ലാത്ത മാലിന്യങ്ങൾ. മറ്റേത് ജൈവ മാലിന്യങ്ങൾ അല്ലേ? അപ്പോൾ ഏതൊക്കെയായിരിക്കും? നമുക്ക് പഴത്തൊലി ഏതാണ്? ജൈവ മാലിന്യത്തിൽ വരുന്നതാണ്. പിന്നെന്താണ്? ഇവിടെ അത് ജൈവ മാലിന്യത്തിൽ വരുന്നതാണ്. പിന്നെ ഏതൊക്കെയുണ്ട്? പത്രം ജൈവ മാലിന്യമാണ് അല്ലേ? നശിച്ച് മണ്ണിലിട്ട് പോയിക്കോളും, ജൈവ മാലിന്യമാണ്. പിന്നെന്താണ്? ഇലകൾ ജൈവ മാലിന്യമാണ്. ഇത്രയും നിങ്ങൾ ഈ പെട്ടിയിലേക്ക് ചേർക്കുക. അടുത്തത് എന്താണ്? പ്ലാസ്റ്റിക് കുപ്പി അജൈവ മാലിന്യം. പാലിൻ്റെ കവറ് അജൈവ മാലിന്യം. അടുത്തത് പേനയും എന്ത് തന്നെയാണ്? അജൈവ മാലിന്യം. അടുത്തത് സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക. അപ്പോൾ ശുചിത്വ ബോർഡ് എന്താണ് നിങ്ങൾ തയ്യാറാക്കുക? പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഒരു ബോർഡ് ഇങ്ങനെ എഴുതാം. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, അങ്ങനെ എന്തെങ്കിലും എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. കഥ പൂർത്തിയാക്കാം. മിട്ടു റയാൻ വിളിച്ചു. മിട്ടു എവിടെ? എന്നും താൻ വരുന്നത് കാത്തിരിക്കുന്ന മിട്ടു പൂച്ചയെ കാണുന്നില്ലല്ലോ. അവൻ അടുക്കളയിലും വരാന്തയിലും മുറ്റത്തും മിട്ടുവിനെ തിരിഞ്ഞു. അവൻ എന്ത് പറ്റി? കഥയുടെ ബാക്കി ഭാഗം എഴുതുക. ഈ കഥയുടെ ബാക്കി ഭാഗം എന്താണെന്ന് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തായിരിക്കും ബാക്കി പൂച്ചന് സംഭവിച്ചിട്ടുണ്ടാവുക അത് നിങ്ങളുടേതായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.